കണ്ടാണശ്ശേരി പഞ്ചായത്തിലെ 17-അംഗ ഭരണസമിതിയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ സത്യപ്രതിജ്ഞ ചെയ്ത് ചുമതലയേറ്റു. മറ്റം സെന്ററിൽ നിന്ന് പഞ്ചവാദ്യത്തിന്റെ അകമ്പടിയോടെ വിജയിച്ച ഇടതുപക്ഷ അംഗങ്ങളുമായി പ്രകടനത്തോടെയാണ് LDF പ്രവർത്തകർ സത്യപ്രതിജ്ഞാ ചടങ്ങിനെത്തിയത്. കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി ഓഫീസ് കേന്ദ്രീകരിച്ച് കോൺഗ്രസ് അംഗങ്ങളും പ്രവർത്തകരും ഒത്തുകൂടിയ ശേഷം സത്യപ്രതിജ്ഞ നടക്കുന്ന പഞ്ചായത്ത് ഓഫീസിലേക്കെത്തി. വരണാധികാരിയായ കുന്നംകുളം ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ A. മൊയ്തീൻ, പ്രായം കൂടിയ ജനപ്രതിനിധി 8-ാം വാർഡിൽ നിന്നും വിജയിച്ച LDF അംഗം ഗംഗാധരൻ മാസ്റ്റർക്ക് ആദ്യം സത്യവാചകം ചൊല്ലിക്കൊടുത്തു. തുടർന്ന് വാർഡുകളുടെ ക്രമത്തിൽ അംഗങ്ങൾക്ക് ഗംഗാധരൻ മാസ്റ്റർ സത്യവാചകം ചൊല്ലിക്കൊടുത്തു. MP സജീബ്, സൗമ്യ നിമീഷ്, സുൽഫത്ത് ബക്കർ, സൗമ്യ ധനേഷ്, നിവ്യ റനീഷ്, സാഫിർ ആസീസ്, വിനു ജോൺസൺ, ലിയ ജോജോ, ജോൺ കാക്കശ്ശേരി, സിമി സ്റ്റെൽസൺ, ആൻലി ജിബി, CK സുദീപ, സുനിത ഉണ്ണിമോൻ, VV തിലകൻ, VK ദാസൻ, KT മനോജ് എന്നിവരാണ് ക്രമത്തിൽ സത്യപ്രതിജ്ഞ ചൊല്ലി അംഗങ്ങളായി ചുമതലയേറ്റത്. പ്രവർത്തകരുടെ ആവേശകരമായ മുദ്രാവാക്യം വിളികൾ പ്രതിധ്വനിച്ച അന്തരീക്ഷത്തിൽ മുതിർന്ന പാർട്ടി നേതാക്കൾക്കും മുൻ പഞ്ചായത്ത് ഭരണസമിതി അംഗങ്ങൾക്കും ഹസ്തദാനം നൽകിയാണ് അംഗങ്ങൾ സത്യപ്രതിജ്ഞ ചൊല്ലിയത്. സത്യപ്രതിജ്ഞ ചൊല്ലി ചുമതലയേറ്റവരിൽ നിലവിലെ ഭരണസമിതിയിൽ അംഗമായിരുന്ന നിവ്യ റനീഷ്, വിവിധ കാലഘട്ടങ്ങളിലെ മുൻ ഭരണസമിതികളിൽ അംഗങ്ങളായിരുന്ന VV തിലകൻ, VK ദാസൻ, സുൽഫത്ത് ബക്കർ എന്നിവരും ഉൾപ്പെടുന്നുണ്ട്. 12-ാം വാർഡിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ട 24 വയസ്സുള്ള കോൺഗ്രസ് അംഗം ആൻലി ജിബിയാണ് പുതിയ ഭരണസമിതിയിലെ ബേബി. കഴിഞ്ഞ 10 വർഷം ഇടതുഭരണമാണ് പഞ്ചായത്തിൽ നടക്കുന്നത്. പുതിയ ഭരണസമിതിയിലും LDFന് വ്യക്തമായ ആധിപത്യമാണുള്ളത്. 17-ൽ 13 പേരും CPIM പ്രതിനിധികളാണ്. സത്യപ്രതിജ്ഞാ ചടങ്ങ് പൂർത്തിയായ ശേഷം ആദ്യ ഭരണസമിതി യോഗം ചേർന്നു. ഗംഗാധരൻ മാസ്റ്ററുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ വരണാധികാരി A. മൊയ്തീൻ, പഞ്ചായത്ത് സെക്രട്ടറി K. രാധാകൃഷ്ണൻ, അസിസ്റ്റന്റ് സെക്രട്ടറി CO. ആൻഡോ എന്നിവർ സംബന്ധിച്ചു. അംഗങ്ങൾ സ്വയം പരിചയപ്പെടുത്തിയ ശേഷം 27-ന് നടക്കുന്ന പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ് സ്ഥാനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിന്റെ നോട്ടീസ് അംഗങ്ങൾക്ക് കൈമാറിയതോടെയാണ് യോഗത്തിന് സമാപനമായത്.